CCTV ദൃശ്യങ്ങൾ ആ പരിസര പ്രദേശങ്ങളിലെ ഞങ്ങൾക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് തലേ ദിവസം പ്രക്ഷോഭിന്റെ വീട്ടിൽ പാലക്കാടിന്റെ സമുന്നതനായ ഒരു നേതാവ്, ഒരു ജനപ്രതിനിധി പ്രക്ഷോഭിന്റെ വീട്ടിലിരുന്ന് പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം പോലീസിന് പുറത്തുവിടേണ്ടി വരും. ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി നടന്ന് ഇതിന് പുറകിൽ ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്, വളരെ വിശദമായി തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. ഷാഫി പറമ്പിൽ MLA വീഡിയോ കോൾ ചെയ്തു. ഇവിടെ ഷാഫി പറമ്പിൽ MLA ചോദ്യം ചെയ്യാൻ തയ്യാറാവണം, പ്രക്ഷോഭനെ അറസ്റ്റ് ചെയ്യുവാൻ തയ്യാറാവണം. കോൺഗ്രസ് പാർട്ടി ഒരു 1 ലൈൻ സ്റ്റേറ്റ്മെന്റ് പ്രക്ഷോഭനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇവിടെ പാർട്ടിക്ക് വേണ്ടാത്ത പ്രക്ഷോഭനെ പാലക്കാട്ടുകാർ ചുമന്നോളൂ എന്നാണ് അദ്ദേഹത്തിന്റെ കൌൺസിൽഷിപ്പ് രാജി എഴുതി വാങ്ങാതെ കോൺഗ്രസുകാർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, അതിവിടുത്തെ പോലീസുകാരോടാണ്. നിങ്ങൾ ഒരു ബാരിക്കേഡ് വെച്ച് മറച്ചുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ അമ്മമാരെ ഉൾപ്പെടെ നിങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞാൽ ഇവർ പിരിഞ്ഞു പോകുമെന്നൊക്കെയാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇവർക്കൊരു കൗണ്ട് ഡൗൺ നൽകുകയാണ്. ഒരു 30 മിനിറ്റിനകം ഇവർ ഈ തീരുമാനം പറഞ്ഞില്ലെങ്കിൽ പാലക്കാട് ഇന്നേ വരെ കാണാത്ത സമരം, ഈ അമ്മമാർക്ക് ഐക്യദാർഢ്യവുമായി പാലക്കാടിന്റെ തെരുവുകൾ മുഴുവൻ ഈ രാത്രി സമര ശൃംഖല തീർക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി 30 മിനിറ്റിനകം ഇതിനുള്ള മറുപടി. നിങ്ങൾ ഇവിടെ നേരത്തെ ശോഭ ചേച്ചി പറഞ്ഞു, പാലക്കാട്ട് ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല ഇവിടെ ഈ സമരം ചെയ്യുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. 140 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികള് ഇവിടെ ഈ സമരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ കേരള പോലീസിനെ ഈ തെരുവുകളിൽ കൊണ്ട് നിറയ്ക്കാൻ പോലീസുകാർ തികയാതെ വരും. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്തോളൂ, ഈ 30 മിനിറ്റിനകം ഈ സമരത്തിന്റെ കാര്യത്തിൽ ഒരു ധാരണ എത്തിക്കുവാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ, ഞങ്ങൾ മുന്നോട്ട് വെച്ച ഡിമാൻഡ് അംഗീകരിക്കുവാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ ഈ പോലീസുകാർ തികയാതെ വരും. അതുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇവിടുത്തെ തെരുവോരങ്ങൾ സമരപ്രക്ഷുബ്ധമാവേണ്ട എന്നുണ്ടെങ്കിൽ പോലീസുകാർ ഈ ഡിമാൻഡ് അംഗീകരിച്ച് മുന്നോട്ട് വരുവാൻ തയ്യാറാവണം. ഇല്ലാത്ത പക്ഷം അതിശക്തമായ സമരവുമായി പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഈ തെരുവിലുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന്റെ അടുത്ത ഘട്ടം ഇവിടെ തുടങ്ങുകയാണ്. ശോഭ ചേച്ചി തുടങ്ങി വെച്ച സമരം അതൊരു തീക്കാറ്റായി ആളിപ്പെടാതിരിക്കണമെങ്കിൽ ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്, ഇവിടുത്തെ പോലീസ് സംവിധാനം ഇതിന് മറുപടി നൽകിയില്ലെങ്കിൽ ഈ സമരാഗ്നി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഴുവൻ പടർന്ന് പന്തലിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചേർന്ന് നടത്തിയ പീഡനകളികൾ പാലക്കാടിന്റെ ഭാവി തുലയ്ക്കും എംഎൽഎയും കൗൺസിലറും കൂട്ടുനിൽക്കാൻ ഷാഫിയും ഉടപിടിക്കാൻ രാഹുലും പാലക്കാട്ടെ
വോട്ട് വാങ്ങിയ വീര രാഹുലേ വീര പ്രശോഭേ ഇല്ല മാപ്പില്ല ജയ് ബിജെപി ജയ് ബിജെപി ഭാരത് മാതാ നിങ്ങളറിഞ്ഞ നാട്ടാരെ പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പിച്ചിച്ചിന്തിയ പ്രശോഭേ കാമപ്രാന്ത പ്രശോഭേ നീയും നിന്റെ ആശാന്മാരും ചേർന്ന് നടത്തിയ പീഡന പരമ്പര പാലക്കാടിന്റെ ഭാവി തുലയ്ക്കും എംഎൽഎയും കൗൺസിലറും കൂട്ടുനിൽക്കാൻ ഷാഫിയും ഉടപിടിക്കാൻ രാഹുലും പാലക്കാട്ടെ വോട്ട് വാങ്ങിയ വീര രാഹുലേ പ്രശോഭേ ഇല്ല മാപ്പില്ല ജയ് ബിജെപി ജയ് ഭാരത് മാതാ ജയ് ഭാരത് മാതാ जय बीजेपी जय भारत माता നിങ്ങളറിഞ്ഞ നാട്ടാരെ പാവപ്പെട്ടൊരു ദളിത് യുവതിയെ പിച്ചിച്ചിന്തിയ പ്രശോഭേ കാമപ്രാന്ത പ്രശോഭേ ഇല്ല നിനക്ക് മാപ്പില്ല നീയും നിന്റെ ആശാന്മാരും ചേർന്ന് നടത്തിയ പീഡന പരമ്പര പാലക്കാടിന്റെ ഭാവി തുലയ്ക്കും എംഎൽഎയും കൗൺസിലറും കൂട്ടുനിൽക്കാൻ ഷാഫിയും ഉടപിടിക്കാൻ രാഹുലും പാലക്കാടിൻ വോട്ട് വാങ്ങി വീര പ്രശോഭേ ഇല്ല മാപ്പില്ല जय बीजेपी जय भारत माता प्रतिषेधम
മഹിളാ മോർച്ച പ്രതിഷേധം ജയ് ജയ് ബിജെപി ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ബിജെപി ജയ് ജയ് ഭാരത് മാതാ जय जय बीजेपी जय जय भारत माता നിങ്ങളറിഞ്ഞ നാട്ടാരെ പാവപ്പെട്ട യുവതിയെ ചിന്തിയ പ്രക്ഷോഭേ രാമപ്രാന്ത പ്രക്ഷോഭേ രാമപ്രാന്ത പ്രക്ഷോഭേ ഇല്ലാതെ നടക്കുമാപ്പില്ല ഇല്ലാതെ നടക്കുമാപ്പില്ല जय जय बीजेपी जय जय बीजेपी जय जय बीजेपी जय जय बीजेपी जय जय भारत माता जय जय भारत माता जय जय भारत माता जय जय भारत माता ചെരുപ്പൊക്കെ ജയ് ജയ് ബിജെപി जय जय बीजेपी ജയ് ജയ് ഭാരത് മാതാ जय जय भारत माता നിങ്ങളറിഞ്ഞ നാട്ടാരെ നിങ്ങളറിഞ്ഞ നാട്ടാരെ പാവപ്പെട്ടൊരു ദളിത് യുവതിയെ ചിന്തിയ പ്രക്ഷോഭേ രാമപ്രാന്ത പ്രക്ഷോഭേ ഇല്ല നിനക്ക് മാപ്പില്ല ഇല്ല നിനക്ക് മാപ്പില്ല ജയ് ജയ് ബിജെപി ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ബിജെപി ജയ് ജയ് ഭാരത് മാതാ ബിജെപിയുടെ പ്രതിഷേധം മഹിളാ മോർച്ചയുടെ പ്രതിഷേധം ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ചേർന്ന് നടത്തിയ പീഡനകളികൾ പാലക്കാടിന്റെ ഭാവി തുലയ്ക്കും എംഎൽഎയും കൗൺസിലറും ഇല്ല മാപ്പില്ല ജയ് ജയ് ബിജെപി ജയ് ജയ് ഭാരത് മാതാ जय जय भारत माता जय जय बीजेपी നിങ്ങളറിഞ്ഞോ നാട്ടാരെ പാവപ്പെട്ട ദളിത് യുവതിയെ പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ രാമപ്രാന്ത പ്രക്ഷോഭേ ഇല്ലാതിരക്ക് മാപ്പില്ല ജയ് ജയ് ബിജെപി ജയ് ജയ് ഭാരത് മാതാ നിങ്ങളറിഞ്ഞോ നാട്ടാരെ പാവപ്പെട്ട ദളിത് യുവതിയെ പിച്ചിച്ചീന്തിയ പ്രക്ഷോഭേ ഇല്ലാതിരക്ക് മാപ്പില്ല നീയും നിന്റെ അന്തർജാലം നീയും നിന്റെ ആശാന്മാരും ചേർന്ന് നിർത്തിയ
പീഡന പരമ്പര ചേർന്നെത്തിയ പീഡന പരമ്പര പാലക്കാടിൻ ബാബുക വയ്ക്കും പാലക്കാടിൻ ബാബുക വയ്ക്കും ഭാവി എംഎൽഎയാക്കും जय जय बीजेपी जय जय बीजेपी जय जय भारत माता जय जय भारत माता जय जय बीजेपी जय जय बीजेपी जय जय भारत माता जय जय भारत माता നിങ്ങളറിഞ്ഞ നാട്ടാരെ പാവപ്പെട്ടൊരു ദളിത് യുവതിയെ വിച്ചിന്തിയ പ്രശോഭേ കാമപ്രാന്ത പ്രശോഭേ ഇല്ലതിനൊക്കെ മാപ്പില്ല जय जय बीजेपी जय जय बीजेपी जय जय भारत माता जय जय भारत माता प्रतिषेधम बीजेपी बीजेपी जय जय बीजेपी जय 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 जो बच्चे जय जय बच्चे जय जय जो बच्चे जय जय बच्चे प्रतिषेधम അധികാരത്തിൻ ഗർവ് കാട്ടി സോദരിമാരുടെ മാനങ്ങവരും പീഡനവീര രാഹുലേ പീഡനവീര പ്രശോഭേ പുറത്തുകളിച്ചു സൃഷ്ടിച്ചു ഖണ്ഡീകരിക്കും സൂക്ഷിച്ചു മഹിളകൾ ആദ്യം പന്തം കൊടുത്ത് പ്രധാനമായി എസ് ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് ബി ജെ പിയുടെ പുരുഷന്മാരായിട്ടുള്ള നേതാക്കൾ കൂടി സമരത്തിന് ഭാഗമാവുകയായിരുന്നു. മറ്റു നേതാക്കൾ അവരെ കൂടി भारत माता के भारत माता के जय जय बीजेपी 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 जय जय भारत माता जय जय भारत माता जय जय बीजेपी जय जय बीजेपी बोलो भारत माता की जय बोलो भारत माता की जय जय बीजेपी जय जय बीजेपी जय बीजेपी जय जय बीजेपी പാവപ്പെട്ട യുവതികളെ ഞങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്നത് ആ പെൺകുട്ടിയുടെ മൊഴി സാറിന്റെ മുന്നിലുണ്ട്, ഞങ്ങളുടെ മുന്നിലുണ്ട്. ആ കുട്ടി പറഞ്ഞത് ആ കുട്ടിയെ പീഡിപ്പിക്കുന്ന സമയത്ത് ഫോൺ വിളിച്ച് ഷാഫി പറമ്പലിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ്. അപ്പൊ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഷാഫിയെ ചോദ്യം ചെയ്യണ്ടേ? അതല്ലേ നിയമം?
ആ പെൺകുട്ടി പറഞ്ഞത് തെറ്റാണെന്ന് ഈ നിമിഷം വരെ ഷാഫി പറമ്പിൽ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല. മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി ഇതുവരെ കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പോ ഞങ്ങൾക്ക് വേണ്ടത്, സ്ത്രീകൾക്ക് വേണ്ടത് അടിയന്തരമായിട്ട് അന്വേഷണം വേണം. ഷാഫിയെ ചോദ്യം ചെയ്യണം. ഉദ്യോഗസ്ഥനായി ഞാൻ ഈ കേസുമായിട്ട് എല്ലാ നിയമനടപടിയും കൃത്യമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ നോക്കിയിട്ട് ചെയ്യും. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ അല്ലെങ്കിൽ അല്ല, ബുദ്ധിമുട്ടല്ല. ഷാഫി പറമ്പിലിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് പൊതുസമൂഹത്തോട് സാറിന് പറയാൻ പറ്റുമോ? അതെനിക്ക് പറയാൻ പറ്റില്ല. ഇത് ഈ അല്ല, ചെയ്യണോ വേണ്ടയോ? സാറിന്റെ വീട്ടില് ഒരു പെൺകുട്ടി, സാർ പ്ലീസ്, അല്ലല്ല, മിണ്ടരുത്, ഞാൻ പറയട്ടെ സാർ. നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അവള് പൊതുസമൂഹത്തോട് പറഞ്ഞാൽ നിർഭയ കേസിന്റെ പശ്ചാത്തലത്തിൽ എന്ത് നിയമമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്? ചോദ്യം ചെയ്യണോ വേണ്ടയോ? ആശാൻ ആണ് ഷാഫി പറമ്പിൽ എന്ന പെൺകുട്ടി പറയുന്നു. എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ ഈ രീതിയിൽ കാണിച്ചു എന്ന് പറയുമ്പോൾ പാലക്കാടിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് ചോദ്യം ചെയ്യാനുള്ള ബാധ്യതയുണ്ടോ ഇല്ലയോ? അത് സാറ് പറയണം. നിയമ നടപടി അല്ലല്ല, ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. അത് ഡിബേറ്റ് വേണ്ട, ഡിബേറ്റിനല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന് നിയമ നടപടി കൃത്യമായിട്ട് നമ്മൾ ചെയ്യും, അതിൽ സംശയമില്ല. അതെല്ലാ കാര്യവും ഞാൻ ഉറപ്പ് തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ സമരം അവസാനിപ്പിച്ചിട്ട് പോവാളെ നടപടിയില്ല. കേസ് സമയത്തുകൊണ്ട് SP വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് എന്നും വേണം കാണാം. അത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യുന്നു. അല്ല, നിയമ നടപടി ഷാഫിക്ക് കുപ്പായം ഉണ്ടാക്കി കൊടുക്കലാണെങ്കിൽ അത് നടന്നു എന്ന് വരില്ല. പക്ഷെ ഇപ്പൊ താങ്കൾ പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ എണീക്കും. സംസാരിക്കുന്നു ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ചോദിച്ചിട്ട് പറയാനുള്ള കാര്യം പറഞ്ഞ ശേഷം മാത്രമേ ഇവിടെ നല്ലത് തിരിഞ്ഞു പോകും. അതിന്റെ ഇവിടെ എവിടെ ഉണ്ടാവും, പായയുടെ അടിയിലുണ്ടാവും. നമസ്കാരം. ഇപ്പോ പോലീസ് അധികാരികൾ നമ്മളോട് പറഞ്ഞത് നിയമ നടപടികളുമായിട്ട് പോലീസ് യഥാർത്ഥമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു, അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടി തന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞാൽ ആ കുട്ടി പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യാത്തത് എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു സമരം നടക്കുമ്പോൾ ആ സമരവേദിയിലേക്ക് ഒരു പോലീസ് അധികാരി വന്ന് ഞാൻ പൊതുസമൂഹത്തിന് തൃപ്തിപ്പെടുന്ന രീതിയിൽ ഈ കേസന്വേഷണം നടത്തും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ സമരരംഗത്ത് നിന്ന് നമ്മൾ ഇപ്പോൾ ഒഴിഞ്ഞു പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കാണുന്ന ഒരു പൊതുസമൂഹം കേരളത്തിന്റെ മണ്ണിലുണ്ട്. അതായത് ഈ നിമിഷം വരെ ഈ പെൺകുട്ടിക്ക് ആരുമില്ല എന്നുള്ളത് കൊണ്ടാണ് പോലീസ് അധികാരികൾ ഇവിടുത്തെ ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടി ഇത്തരം നീതിയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, പാലക്കാട്ടിലെ ഭാരതീയ ജനതാ പാർട്ടി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് തണലൊരുക്കും കവചമൊരുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന്റെ വേദിയിൽ നിൽക്കുന്നത്.